നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ണൂരിലേക്ക് ഒന്ന് പോയാൽ അഭിജിത്ത് മുഴക്കുന്ന തുടരുന്നുണ്ട്. അഭിജിത്ത്, മന്ത്രിയുടെ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടമായി. പാട്ട് മാത്രമല്ലല്ലോ, മേളവുമില്ലേ കണ്ണൂരിൽ? തീർച്ചയായും സുധിയ, പാട്ടും മേളവുമായി അങ്ങനെ കൊട്ടിക്കലാശം അതിഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവർത്തകരെല്ലാം തന്നെയുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് BJPയുടെ NDAയുടെ കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്താണ്. പ്രഭാത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് മുനീശ്വരൻ കോവിൽ വരെ ഒരു കൊട്ടിക്കലാശം, അതൊരു റാലി കണക്കെ നടത്തുക എന്നുള്ളതാണ് BJPയുടെ നിലവിലെ തീരുമാനം. പ്രവർത്തകരെല്ലാം തന്നെ പ്രഭാത് ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളൊക്കെ ഒരു ഭാഗത്ത് അണിനിരന്നിട്ടുമുണ്ട്. പ്രധാനപ്പെട്ട കാര്യം സുജയ, കോർപ്പറേഷനിൽ നിലവിൽ BJPക്ക് ഒരു സീറ്റിലാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ അത് കൂട്ടും എന്നുള്ള ഉറപ്പിലാണ് BJP ഉള്ളത്. ഒരു സീറ്റാണ് കഴിഞ്ഞ തവണ നേടിയത്. ഇത്തവണ അത് എത്രത്തോളം എത്തിക്കും? ഇത്തവണ ഭരിക്കാനുള്ള തീരുമാനം ഭരിക്കും കോർപ്പറേഷൻ എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. എന്തായാലും നേരത്തതിൽ നിന്ന് എന്താ പറയാ, ഒരു 500% വർധനവ് ഉണ്ടാവും, ഒരു സംശയമില്ല. കാരണം ചരിത്രത്തിലാദ്യമായി കണ്ണൂർ കോർപ്പറേഷനിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പരാജയപ്പെടുത്തി ഏറ്റവും വലിയ ശക്തിയായി മാറും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഏതായാലും വിജയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ചേട്ടാ, ഇത്തവണ കോർപ്പറേഷൻ പിടിക്കുന്നു പറയുന്നത്. കോർപ്പറേഷൻ BJP പിടിക്കും. 54 വാർഡും പിടിക്കും, 53 പിടിക്കും, 56 പിടിക്കും. നമ്മള് പ്രിയങ്കരനായ വക്കീല് അർച്ചന ഈ പ്രാവശ്യം 500 വട്ടത്തില് കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും മേയർ? ചേട്ടാ, മേജർ നമ്മളെ ഈ കൂട്ടത്തിലുണ്ട്. മേജർ മറുപടി പറയും, അതിന് മേജർ എന്ന മറുപടി പറയും, മേജർ എന്ന പേര് പറയും. മേജറുകളുടെ ഉണ്ട്. നമ്മൾ കണ്ട ലക്ഷ്യം കണ്ട വനിതാ മേജറുകളുടെ ഉണ്ട്. ആ മേജർ തന്നെയായിരിക്കും ഈ പ്രാവശ്യം. കണ്ണൂരിൽ നിന്നുള്ള കാഴ്ചകളാണ് അഭിജിത്ത് മുഴക്കുന്നത്.